السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله. أما بعد، رب زدنا علما وحلما وفهما وعقلا وأدبا كاملا. رب تمن بالخير والسعادة. اللهم وجهنا للخير وجه الخير إلينا يا أرحم الراحمين. ബഹുമാനമുള്ള ഖുർആൻ ഹദീസ് പഠനവേദിയിലെ പഠിതാക്കളെ, ബഹുമാനികളെ, പണ്ഡിതന്മാരെ, വബ്യസ്തവിദ്യരെ, സഹോദരി സഹോദരന്മാരെ, നാം കഴിഞ്ഞ ക്ലാസ്സിൽ മഖാരിജുൽ ഹുറൂഫിനെ കുറിച്ച് ഏകദേശം നാം മനസ്സിലാക്കി കഴിഞ്ഞു. അറബി അക്ഷരങ്ങളിലുള്ള ഹിജായിയായ 28 അക്ഷരങ്ങളുടെ മഖ്റജ്, അത് പുറപ്പെടുന്ന സ്ഥലത്തെ കുറിച്ച് നാം ഒന്ന് മനസ്സിലാക്കി. ഇൻഷാ അല്ലാഹ് എല്ലാവരും ആ ക്ലിപ്പുകളെല്ലാം ആവർത്തിച്ച് കേട്ട് മനസ്സിലാക്കി വീണ്ടും അത് പകർത്താൻ ശ്രമിക്കണം എന്ന് ആദ്യമേ അപേക്ഷിക്കുന്നു. അതോടൊപ്പം ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് അടുത്ത അധ്യായം അഹ്കാമുൻ നൂന് സാക്കിന വ തൻവീൻ, സാക്കിനായ നൂനിന്റെയും തെൻവീനിന്റെയും ഹുക്കുമുകൾ, അതിന്റെ വിധികളെ കുറിച്ചാണ് ഇന്ന് നമുക്ക് പ്രതിപാദിക്കാനുള്ളത്. സാക്കിനായ നൂനിന്റെയും തെൻവീനിന്റെയും ഹുക്കുമുകളെ കുറിച്ച് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അതിന് 5 ഹുക്കുമുകൾ നമുക്ക് തജ്വീദിന്റെ പണ്ഡിതന്മാർ പഠിപ്പിച്ചു വന്നിട്ടുണ്ട്. സാക്കിനായ നൂനിന്റെയും തെൻവീനിന്റെയും നിയമങ്ങൾ 5 എണ്ണമാണ്. ഒന്ന് ഇദ്ഹാർ, ഇദ്ഗാം, ബിഗുന്ന, ഇദ്ഗാമും ബിലാഗുന്ന, ഇഖ്ലാബ്, ഇഖ്ഫാ, ഇങ്ങനെ 5 എണ്ണമുണ്ട്. ഇത് ഏകദേശം മനസ്സിലാക്കി, മഖ്റജും ഇതും മനസ്സിലാക്കി, ഇതിന്റെ കൂടെ 1-2 ബാബുകളും മനസ്സിലാക്കിയാൽ തന്നെ ഏകദേശം ഖിറാഅത്ത് വലിയ തെറ്റ് കൂടാതെ സാധാരണക്കാരനായ നമുക്ക് ഒക്കെയും ഓതാൻ കഴിയും. അതാണ് മനസ്സിലാക്കാനുള്ളത്. അപ്പൊ നമ്മുടെ ഈ ക്ലാസിന്റെ ഇതിന്റെ പ്രായോഗികത ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തേണ്ടതും ഉപയോഗം വരുന്നതും അത് പരിഗണിക്കപ്പെടുന്നതും ആരെ തന്നെയാണ്? നമുക്ക് അറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ മദ്രസാധ്യാപനം ഒന്ന് പൂർണ്ണമാക്കാൻ കഴിയാതെയൊക്കെ ജോലി തിരക്കും ബാധ്യതകളും ഒക്കെ ആയിട്ട് ഇറങ്ങി തിരിച്ചവർക്ക് അതിനോട് ബന്ധപ്പെടാൻ കഴിയാതെ പോയിട്ടുണ്ടാവാം. അപ്പൊ അവർക്കും ഒക്കെയും ഒരു ഉപകാരം ആവും നമ്മുടെ ഈ ക്ലാസ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതിനാണ് വീണ്ടും ഇത് ഞാൻ മറ്റേ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടാണെങ്കിലും വീണ്ടും ഇതിനെ ആവർത്തിച്ചുകൊണ്ട് അതിന്റെ തുടക്കത്തിലൂടെ തന്നെ പോരാൻ ശ്രമിച്ചതും അതുകൊണ്ടാണ്. അപ്പൊ 5 ഹുക്കുമുകൾ അതിനുണ്ട്. അതിന് പിന്നെ മറ്റേ ജസരിയൊക്കെ പോലുള്ള കിതാബുകൾ ഒരു പാട്ട് തന്നെ ഉണ്ട്. എന്നവിടെ കാണാം. അതവിടെ ഒരു പദ്യമായിട്ട് അതിനെ മനസ്സിലാക്കി തന്നാണ്. അപ്പൊ അതിൽ ഒന്നാമത്തത് ഇൽഹാറാണ്. അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഇൽഹാറിന്റെ അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അംസ, ഹാ, ഐന്, ഹാ, ഗൈന്, ഹാ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അംസ, ഹാ ഹൽക്കിന്റെ താഴെ അറ്റമാണ്. ഞാനന്ന് നെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് തുടങ്ങാം എന്നൊക്കെ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞാൽ ഐന്, ഹാ അത് മധ്യത്തിൽ നിന്നാണ്. ഗൈന്, ഹാ കുറച്ചു മുകളിൽ നിന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നീ ഈ 6 അക്ഷരങ്ങൾ, ഈ 6 അക്ഷരങ്ങൾക്ക് മുമ്പ് സാക്കിനത്തായ നൂനോ തെൻവീനോ വന്നു. ഈ 6 അക്ഷരങ്ങൾക്ക് മുമ്പ് സാക്കിനായ നൂനോ അതോ അല്ലെങ്കിൽ തെൻവീനോ വന്നാൽ അവ രണ്ടിനെയും വ്യക്തമാക്കണം എന്നർത്ഥം. അതിന് ശേഷമുള്ള പറയുന്ന ആ ലഫ്ള്, അത് ആ പദം, ആ കലിമത്ത് എന്താണെങ്കിലും അതിനെ വ്യക്തമാക്കിയിട്ട് ഉച്ചരിക്കണം. അത് നമുക്ക് ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും. ഈ അക്ഷരങ്ങൾക്ക് ഇൽഹാറിന്റെ അക്ഷരങ്ങൾ എന്നും നമ്മുടെ ഹൽക്കിന്റെ അക്ഷരങ്ങൾ എന്നും പറയാറുണ്ട്. നമുക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ അത്. അതിനും പാട്ടുണ്ട്. അതാ അക്ഷരങ്ങളെ ഉൾപ്പെടുത്തിയുള്ള ഒരു പാട്ടാണ്. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ ഇൽഹാർ എന്ന് പറഞ്ഞതിന്റെ ഹുക്കുമ് എങ്ങനെ കിട്ടി? അത് ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. അതായത് തജ്വീദുമായിട്ട് ബന്ധപ്പെട്ട്, ഹിഫ്ളുമായിട്ട് ബന്ധപ്പെട്ട്, ഹിഫ്ളുമായിട്ട് ബന്ധപ്പെട്ട്, ഖുർആനിന്റെ ഖിറാഅത്തിന്റെ ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ മനസ്സിലാക്കി തരേണ്ടുന്ന ഉലമാക്കളുടെയും അതുപോലെ ഫുഖഹാഇന്റെയും മുഹദ്ദിസ്, മുഫസ്സിർ പോലുള്ള എല്ലാവരുടെയും ഒക്കെയുള്ള ഐക്യകണ്ഠേനയുള്ള തീരുമാനം തന്നെയാണ് ഇത് ഇങ്ങനെയാണ് ഇൽഹാറിന്റെ ഹുക്കുമ് എന്ന്. അപ്പോൾ ആ ഇൽഹാർ ശർഈയായ ഹുക്കുമിൽ പെട്ടതാണ്. അത് അങ്ങനെ ഓതേ പറ്റൂ എന്നും കൂടി നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനുമുണ്ട്. അത് ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. പക്ഷെ ഒരു ചെറിയ ഒരു അഭിപ്രായം വന്നിട്ടുണ്ട്. ഗൈന്, ഖാ ഇവയില് അബൂ ജഅഫർ റളിയല്ലാഹു തആല അൻഹു എന്നവര് മുൻഖനിഖത്തുൻ ഫസയുൻഗിളൂന ഇൻ യകുൻ ഗനിയ എന്നിവയിൽ മാത്രമേ ഇൽഹാർ ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ പറഞ്ഞ ഈ ലഫ്ളുകളിൽ ഖുർആനിൽ കാണാം മുൻഖനിഖത്തുൻ ഫസയുൻഗിളൂന ഇൻ യകുൻ ഗനിയ, ഇങ്ങനെ 3 സ്ഥലങ്ങൾ കാണാം. ഇപ്പൊ ഇവിടെ മാത്രമേ ഇവർ അബൂ ജഅഫർ എന്നവർ ഇൽഹാർ ചെയ്തിട്ടുള്ളൂ എന്നാണ്. ഇവർ മാത്രമേ ഇൽഹാർ ചെയ്തിട്ടുള്ളൂ എന്നത് നമുക്ക് ഈ പറഞ്ഞ ഗ്രന്ഥവുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അപ്പൊ നമുക്കൊരു ഉദാഹരണം നോക്കാം. മൻ ആമന, മൻ എന്ന് പറഞ്ഞ സുക്കൂനായ നൂന് വന്നു. അതിന്റെ ശേഷമാണ് ഇൽഹാറിന്റെ അക്ഷരമായ അംസ. അപ്പൊ ആ അംസക്ക് മുമ്പ്
സുക്കൂന നൂനിന്റെ തൻവീനിന്റെ നിയമങ്ങൾ നമ്മൾ പഠിച്ചു. സാക്കത്ത നൂനോ തൻവീനോ ഈ പദത്തിന്റെ മുമ്പ് വന്നാലെന്നാണ്. അപ്പൊ പദത്തിന് ആമന എന്ന് പറഞ്ഞാൽ അത് ഹൽക്കിന്റെ അക്ഷരം കൊണ്ട് തുടങ്ങുന്ന ആ കെലിമത്തിന്റെ മുമ്പ് സുക്കൂന നൂന് വന്നു. അപ്പൊ മൻ ആമന പറയാൻ പാടില്ല, മൻ ആമന പറയാൻ പാടില്ല, മൻ ആമന എന്നാണ് പറയേണ്ടത്. കുല്ലുൻ ആമന, അവിടെ തൻവീന് ആദ്യം വന്ന് സുക്കൂന നൂന്, രണ്ടാമത്തെ കുല്ലുൻ അവിടെ തൻവീനാണ്. തൻവീന്റെ ശേഷം ഹംസ വന്നപ്പോൾ എങ്ങനെ ഓതണം? കുല്ലുൻ ആമന. മിൻഹും, ഇവിടെ കണ്ടില്ലേ മിൻഹും സുക്കൂന നൂന് ശേഷം ഹാ വന്നു. ആദ്യം ഹംസ വന്നതിനാണ്, ഇപ്പൊ ഹാ വന്നില്ല. മിൻഹും. ഇനി മൗലൂദുൻ ഹുവ, മൗലൂദുൻ എന്ന് പറഞ്ഞ തൻവീന് ശേഷം ഹാ വന്നു അല്ലെ. അപ്പൊ ഹുവ എന്ന് പറഞ്ഞ അങ്ങനെയാണല്ലോ. അപ്പൊ മൗലൂദുൻ ഹുവ എന്നാണ്. ഇനി അൻഅംത, നമ്മൾ ഖുർആനിൽ ഫാത്തിഹയിൽ ഓതുന്നുണ്ടല്ലോ, അൻഅംത അൻഅംത അങ്ങനെ മണിക്കാൻ പാടില്ല. അപ്പൊ അൻ എന്ന് പറഞ്ഞ സുക്കൂന നൂനിന് ശേഷം അംത ഐന് വന്നു. അപ്പൊ ആ ഐനിന്റെ മുമ്പ് സുക്കൂന നൂൻ ആയതുകൊണ്ട് അതിനെ വെളിവാക്കി ഉച്ചരിക്കണം. അപ്പോ ഐന് വന്നതിന്. ഇനി ഐന് വന്നത് തൻവീന്റെ ശേഷം ഐന് വന്നതിന് ഹഖീഖുൻ അല, ഹഖീഖുൻ ഹഖീഖുൻ അല. അപ്പോ അത് മനസ്സിലായി. അപ്പോ ഇവിടെ അംസ വന്നതിന് കിട്ടി നമുക്ക് തൻവീന് അംസ ഹാ ഐന് ഇങ്ങനെ മൂന്നെണ്ണത്തിന്റെ. ഇനി തൻഹൈതൂന സുക്കൂനായ നൂന് അതിനുശേഷം ഹൈതൂന ഹാ ആണ്. അപ്പോ തൻഹൈതൂന. ഇനി അലീമുൻ ഹകീം, അലീമുൻ തൻവീന് ശേഷം ഹാ വന്നു. ഇനി ഖൗലൻ ഗൈറ, ഖൗലൻ തൻവീന് ശേഷം ഗൈന് വന്നു. അപ്പൊ ഖൗലൻ ഗൈറ. വൽ മുൻഖനിഖതു സുക്കൂന നൂന് ശേഷം ഖാ വന്നു, ഖനിഖതു. അപ്പൊ വൽ മുൻഖനിഖതു. മിൻ ഗില്ലിൻ സുക്കൂന നൂന് ശേഷം ഗൈന് വന്നില്ല, മിൻ ഗില്ലിൻ. ലതീഫുൻ ഖബീർ തൻവീന് ശേഷം ഖാ വന്നു, ലതീഫുൻ ഖബീർ. ഇപ്പോ മൊത്തത്തില് ആ 6 അക്ഷരങ്ങളും ആ അക്ഷരങ്ങൾക്ക് മുമ്പ് സുക്കൂനായ നൂനും തൻവീനും വന്നപ്പോൾ നാം ഉച്ചരിച്ച രീതിയും ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ഇതാണ് അഹ്കാമു നൂനു സാക്കിന വ തൻവീൻ, സുക്കൂന നൂനിന്റെയും തൻവീന്റെയും ഹുക്കുമുകൾ 5-ൽ 1 ഇൽഹാറാണ്. ഇൽഹാറിനെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗങ്ങൾ അടുത്ത ദിവസം മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. നല്ല നിലക്ക് തജ്വീദ് മനസ്സിലാക്കി ഖുർആൻ പാരായണം ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇതിനെ പറയാനും കേൾക്കാനും അനുസരിച്ച് പ്രവർത്തിക്കാനും പ്രായോഗികമാക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും ദുആ ചെയ്യണേ എന്ന വസിയത്തോടു കൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹു അഅലം.